നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് +1 ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് വിഷയങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി സെക്കൻഡ് ടേം എക്സാം വരാൻ പോവുകയാണ്. അപ്പൊ അവർക്ക് 13-ാം തീയതിയാണ് അവരുടെ എക്കണോമിക്സ് പരീക്ഷ. കോമൺ ആയിട്ടുള്ള ഒരു പരീക്ഷയാണ്. ഏത് ഹ്യൂമാനിറ്റീസുകാർക്കും കൊമേഴ്സുകാർക്കും ഒക്കെ കോമൺ ആയിട്ട് പഠിക്കാനുള്ള ഒരു വിഷയമാണല്ലോ ഏത് നമ്മുടെ എക്കണോമിക്സ് എന്ന് പറയുന്നത്. എക്കണോമിക്സിൽ സ്റ്റാറ്റിസ്റ്റിക്സ് കൂടി പഠിക്കാനുണ്ട്. മാർക്കൊക്കെ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമാണ് എക്കണോമിക്സ്. എങ്കിലും കുട്ടികളെ സംബന്ധിച്ച് അതൊരു വലിയ റിസ്ക് ആയിട്ട് തോന്നുന്ന ഒരു സബ്ജക്റ്റ് ആണ്. കാരണം കൃത്യമായിട്ട് പഠിക്കാത്തത് കൊണ്ടും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും പഠിച്ച കാര്യങ്ങൾ വീണ്ടും റിവൈസ് ചെയ്യാത്തത് കൊണ്ടുമാണ് അത്തരൊരു പ്രശ്നം അവർക്ക് ഉണ്ടാകുന്നത് എന്ന് ഞാൻ പറയട്ടെ. അപ്പൊ എല്ലാവരും ഓൾറെഡി നിങ്ങൾ പഠിച്ചവരാണെങ്കിൽ കൃത്യമായിട്ട് അത് റിവൈസ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, എല്ലായ്പ്പോഴും അത് റിവൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, സ്റ്റാറ്റിസ്റ്റിക്സ് പോലുള്ള ആ വിഷയങ്ങളിലൊക്കെ ടോപ്പിക്കിലൊക്കെ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇക്കണോമിക്സിൽ 13-ാം തീയതി +1ന്റെ സെക്കൻഡ് ടേം അല്ലെങ്കിൽ ക്രിസ്മസ് പരീക്ഷയ്ക്ക് പഠിക്കേണ്ട വരുന്ന ചാപ്റ്ററിലെ ചോദ്യങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ചോദ്യങ്ങൾ മാത്രമായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക. ഇത് ഗ്യാരണ്ടീഡ് ആണ്. അത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വന്നാൽ മാത്രം നിങ്ങൾ ഈ ഒരു വീഡിയോ, ഈ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അപ്പൊ ചെയ്താൽ മതി. ഇപ്പൊ ഞാൻ നിങ്ങളോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നില്ല. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇവിടെ പറയുന്ന ചോദ്യങ്ങൾ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ചാനലിന് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് അൺസബ്സ്ക്രൈബ് ചെയ്യാം. അത്രയും ഗ്യാരണ്ടീഡ് ആയിട്ട് പറയുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് ചാപ്റ്റേഴ്സ് പഠിക്കാനുള്ളത് നിങ്ങൾക്ക് അറിയണ്ടാകും. എന്നാലും ഞാനൊന്ന് ഓർമ്മപ്പെടുത്തട്ടെ. അതായത് നമ്മുടെ എക്കണോമിക്സിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഫസ്റ്റ് ടേം എക്സാം ഒന്നും ഈ ഫസ്റ്റ് ഇയേഴ്സിന് ഉണ്ടായിരുന്നില്ല അല്ലെ. സ്കൂളിലെ ടീച്ചേഴ്സ് അവര് ഏതുവരെ ചാപ്റ്റേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു അതിനനുസരിച്ചുള്ള ടെസ്റ്റ് പേപ്പറുകൾ നിരന്തരം 10 മാർക്കിനും 15 മാർക്കിനും 20 മാർക്കിനും ഒക്കെ ചെയ്തിട്ടുണ്ടാകും. അത് ആ എടുത്ത ചാപ്റ്റേഴ്സിനെ ബേസ് ചെയ്തിട്ട് ഫസ്റ്റ് ടേം എക്സാം നടത്താത്തത് കൊണ്ട് ചെയ്തതാണ്. നിങ്ങൾ എത്രത്തോളം ഈ വിഷയത്തിൽ അവെയർ ആയിട്ടുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് അത് ഉപകാരപ്പെട്ടിട്ടുണ്ടാകും. എന്നാൽ ഈ സെക്കൻഡ് ടേം എക്സാമിന് ആ ഫസ്റ്റ് ടേം എക്സാമിൽ നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഫസ്റ്റ് ടേമിന്റെ ഭാഗത്ത് എടുത്തിട്ടുള്ള ചാപ്റ്റേഴ്സിൽ നിന്നൊക്കെ ഒരു 20% ചോദ്യങ്ങൾ ഇവിടേക്കും ആഡ് ചെയ്യാൻ സാധ്യത ഉണ്ടെന്നും കൂടെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ ആ പഴയ ചാപ്റ്റേഴ്സ് കൂടി നിങ്ങളൊന്ന് പഠിക്കണം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 3, 4, 5, 6, 7 ഇത്രയും ചാപ്റ്റേഴ്സ് പഠിക്കുക. ഇനി 3 വിട്ടാലും നിങ്ങൾക്ക് ഏത് മുതലുണ്ട് 3 പഠിക്കണം കേട്ടാ. 3, 4, 5, 6, 7 ഇതാണ് നിങ്ങളുടെ എക്കണോമിക്സിന്റെ ഭാഗത്ത് നിന്ന്, അതായത് ഫസ്റ്റ് ബുക്കിൽ നിന്ന് ഇന്ത്യൻ എക്കോണമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ആ ബുക്കിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് 3, 4, 5, 6, 7 ചാപ്റ്റേഴ്സ് ആണ്. ഓക്കെ, ഇനി നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഭാഗത്ത് നിന്നാണെങ്കിലോ രണ്ടാമത്തെ പാർട്ടുള്ള ബുക്കിൽ നിന്നാണെങ്കിൽ നമുക്ക് പഠിക്കാനുള്ളത് 4-മത്തെയും 5-മത്തെയും ചാപ്റ്റേഴ്സ് ആണ്. ഈ സെക്കൻഡ് ടേം എക്സാമിന് പഠിക്കാനുള്ളത് 4-മത്തെയും 5-മത്തെയും ചാപ്റ്റേഴ്സ് ആണ്. 4-മത്തേത് പ്രസന്റേഷൻ ഓഫ് ഡാറ്റയാണ്, ദത്തങ്ങളുടെ അവതരണം. 5-മത്തേത് ഏതാണ്, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ് അല്ലെ. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഓർ ആവറേജസ് ആണ്. ഓക്കെ, അപ്പൊ അത് ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഭാഗമാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. ഓക്കെ, അപ്പൊ ഇതിന്ന് നിങ്ങൾക്ക് പിന്നെ എന്തൊക്കെ പഠിക്കണം, ഈ ചാപ്റ്റേഴ്സ് നിന്നൊക്കെ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഒരു വിശ്വാസം. ഇവിടെ ഞാൻ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ പരീക്ഷയ്ക്ക് വരുന്ന 4 essay ക്വസ്റ്റ്യൻസ് ആണ്. 3 വരുള്ളൂ, പക്ഷെ 4 ഞാൻ നിങ്ങളോട് പഠിക്കാൻ പറയുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ട് എക്കണോമിക്സിന്റെ ഭാഗത്തു നിന്ന് 3 തിയറി പാർട്ടിലെ ക്വസ്റ്റ്യൻസ് ഞാൻ പറയാൻ പോകുന്നു. അതായത് ഒന്നാമത്തേത് നമ്മുടെ 3-മത്തെ ചാപ്റ്ററിലെ ഏതാ 3-മത്തെ ചാപ്റ്റർ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഈ ചാപ്റ്റേഴ്സിന്റെ ഇതന്നെ ചോദ്യം ഏതാ, ന്യൂ എക്കോണമി പോളിസി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ 1991. ഓക്കെ, 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയത്തെ കുറിച്ച് വിവരിക്കുക. അങ്ങനെ ഒരു എസ്സേ നിങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പൊ ന്യൂ എക്കോണമി പോളിസി അതായത് പുത്തൻ സാമ്പത്തിക നയം അല്ലെങ്കിൽ നൂതന സാമ്പത്തിക നയം, ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയം 1991 മുതൽ. ഓക്കെ, അപ്പൊ അതിന്റെ ഘടകങ്ങളാണ് ഈ പറഞ്ഞ ഉദാരവൽക്കരണം, അതായത് ലിബറലൈസേഷൻ, സ്വകാര്യവൽക്കരണം, അതായത് പ്രൈവറ്റൈസേഷൻ, അതുപോലെ തന്നെ ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണം. അപ്പൊ ഏതുവരെ എഴുതണം, ചില കുട്ടികൾക്ക് അറിയില്ല അത് ഏതുവരെ എഴുതണം. അതിന്റെ എസ്സേ ചോദിക്കുകയാണെങ്കിൽ അപ്പൊ ഈ പറഞ്ഞ ഉദാരവൽക്കരണം, അപ്പൊ ഇന്ത്യയില് പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയത് 1991 മുതലാണ്. പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പ്രധാന ഘടകങ്ങൾ ഉദാരവൽക്കരണം
ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം മുതലായവയാണ്. എന്നിട്ട് നമ്മൾ ഓരോന്നിനെയും വിവരിക്കും. ഉദാരവൽക്കരണം എന്താന്ന് എഴുതും, എന്നിട്ട് ഉദാരവൽക്കരണം വിവരിച്ചിട്ട് അത് ഏതൊക്കെ മേഖലകളിൽ നടപ്പിലാക്കി എന്ന് എഴുതും. അതിനുശേഷം സ്വകാര്യവൽക്കരണം എന്താണെന്ന് വിവരിക്കും. സ്വകാര്യവൽക്കരണം ഏതൊക്കെ മേഖലകളിൽ നടപ്പിലാക്കി എന്ന് എഴുതും. മൂന്നാമത്തേത് ആഗോളവൽക്കരണം എന്താണെന്ന് വിവരിക്കും. എന്നിട്ട് ആഗോളവൽക്കരണത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം ഏതാണ്? ഔട്ട്സോഴ്സിംഗ് ആണ്, അല്ലെങ്കിൽ പുറംകരാറാണ്. അത് വിവരിച്ച് അവിടെ അങ്ങോട്ട് അവസാനിപ്പിക്കണം. അതാണ് നിങ്ങളുടെ ഈ പറഞ്ഞ ചോദ്യത്തിന്റെ എസ്സേ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി രണ്ടാമത്തെ ഒരു എസ്സേ ഏതാണ്? രണ്ടാമത്തെ എസ്സേ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് പോവർട്ടി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ളതാണ്. 4ാമത്തെ ചാപ്റ്റർ ആണ് പോവർട്ടിയുമായി ബന്ധപ്പെട്ടത് ആണല്ലോ. പോവർട്ടിയിൽ നമുക്ക് ചോദിക്കുന്ന ചോദ്യം എന്തായിരിക്കും? എസ്സേക്ക് ചോദിക്കുന്നത് ഇന്ത്യയിൽ നടപ്പിലാക്കിയ ത്രിമുഖ സമീപനം, ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അതിന്റെ ത്രിമുഖ സമീപനം ഏതാണ്, അല്ലെങ്കിൽ പോവർട്ടി ഇറാഡിക്കേഷൻ പ്രോഗ്രാംസ് ആൻഡ് പോളിസീസ് എക്സ്പ്ലെയിൻ ഓർ ഡിഫൈൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചോദ്യം ഉണ്ടാവുക. എന്തായാലും എസ്സേ ചോദ്യത്തിൽ പോവർട്ടി അല്ലെങ്കിൽ ദാരിദ്ര്യം എന്നൊരു വാക്ക് കണ്ടാൽ നിങ്ങൾ ഈ പഠിച്ചത് അങ്ങോട്ട് എഴുതിയാൽ മതി. അതിന്റെ അപ്പുറത്തേക്ക് ഒരു കാര്യം നിങ്ങൾ അവിടെ എഴുതി വിടേണ്ടതില്ല. ഓക്കെ, പക്ഷെ ചോദ്യം സ്റ്റെപ്പ് ആയിട്ടാണ് വരുന്നതെങ്കിൽ ശ്രദ്ധിക്കണം. എന്താണ് ദാരിദ്ര്യം എന്ന് എ ക്വസ്റ്റ്യൻ ഇട്ട് ചോദിക്കും, അപ്പൊ അത് എഴുതുക. ബി ക്വസ്റ്റ്യൻ ഇട്ടിട്ട് ചോദിക്കുകയാണ് ദാരിദ്ര്യത്തിന്റെ കാരണങ്ങൾ എന്തെല്ലാമാണ്, അങ്ങനെ ചോദിക്കാം, അപ്പൊ ആ കാരണങ്ങൾ എഴുതണം. സി ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടി, അത് പോവർട്ടി അലീവിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നടപ്പിലാക്കിയ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് എന്തൊക്കെയാണ്, അത് ചുരുക്കി വിവരിക്കുക. അപ്പൊ അതിൽ പ്രധാനപ്പെട്ടത് മാത്രം വിവരിക്കുക. അപ്പൊ 3 ചോദ്യങ്ങളായിട്ട് ഒരു എസ്സേ വന്നേക്കാം. മനസ്സിലാവുണ്ടോ? എന്തായാലും പോവർട്ടിയുമായി കണക്ട് ചെയ്തിട്ട് ഒരു എസ്സേ ഉണ്ടാകും. ചിലപ്പോ ഈ ദാരിദ്ര്യം എന്താണ്, ദാരിദ്ര്യത്തിന്റെ കാരണങ്ങൾ എന്താണ്, അതൊക്കെ ചോദിച്ചിട്ട് ഈ പോവർട്ടി അലിവേഷൻ പ്രോഗ്രാം ഒക്കെ ചോദിച്ചിട്ട് ചിലപ്പോൾ 4ാമത്തെ ഒരു ചോദ്യം കൂടി ചോദിക്കാം. എന്താണ്? ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ വിമർശനാത്മകമായിട്ട് വിലയിരുത്തുക എന്നൊക്കെ പറയും. അപ്പൊ അതിനെ നമ്മൾ ഒരു കൺക്ലൂഷൻ ഒക്കെ കൊടുക്കുക, ഒരു ഉപസംഹാരം, ഒരു ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട്, അതായത് ഇതിനു വേണ്ടി ചെലവാക്കിയ ഫണ്ട് കൃത്യമായിട്ട് ഗുണഭോക്താക്കളിൽ എത്തുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ബുക്കിൽ ഉണ്ടല്ലോ, നമ്മൾ നോട്ടിലൊക്കെ എഴുതി പഠിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ അവിടെ ഉണ്ട്. എഴുതി പിടിപ്പിച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. 2 എസ്സേ പറഞ്ഞു. മൂന്നാമത്തെ എസ്സേ എന്തായിരിക്കും? 6ാമത്തെ ചാപ്റ്ററിൽ ഗ്രാമീണ വികസനത്തിൽ നിന്ന് ഒരു എസ്സേ ചിലപ്പോൾ നമുക്ക് ചോദിക്കാം. അതായത് ഗ്രാമങ്ങളുടെ വികസനത്തിന് വേണ്ടി ഗവൺമെന്റ് നടപ്പിലാക്കിയ പദ്ധതികൾ എന്തൊക്കെയാണ്, വായ്പാ വിതരണ സംവിധാനങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ കുറെ ചോദ്യങ്ങൾ ആ ചാപ്റ്ററിന് 4 മാർക്കിന് 5 മാർക്കിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. അപ്പൊ അത് തന്നെ ചിലപ്പോൾ എസ്സേ ആയിട്ടും രൂപാന്തരപ്പെടുത്തിയേക്കാം. ഓക്കെ, ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ തപ്പിപ്പിടിച്ച് അവിടുത്തെ ഒരു എസ്സേ കിട്ടുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യത്തെ, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ 2 എസ്സേ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം, നിർബന്ധമാണ്. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഭാഗത്ത് നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു എസ്സേ ആണ്. അത് നമ്മുടെ 5ാമത്തെ ചാപ്റ്ററിൽ ഏതാണ്? മീൻ മീഡിയൻ മോഡ് കാണാനുള്ളത്. മീൻ മീഡിയൻ മോഡ് എന്തായാലും ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ എസ്സേ ഉറപ്പാണ്, മീൻ മീഡിയൻ മോഡ് കാണാനുള്ളത്. ഓക്കെ, ഇനി അത് വന്നില്ലെങ്കിൽ മീൻ മീഡിയൻ മോഡ് കണ്ടിന്യൂ സീരീസിലേ കാണാണ്ടാവുള്ളൂ, സന്തത ശ്രേണിയിൽ. ഓക്കെ, അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. കാണാത്തവർ, അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലിൽ കയറുക, വീഡിയോ കാണുക. സെപ്പറേറ്റ് വീഡിയോ ഉണ്ട്. കൃത്യമായിട്ട് അത് നമ്മൾ ബോർഡ് വെച്ച് കണക്ക് കൂട്ടി എഴുതി കാണിക്കുന്ന വീഡിയോ ഉണ്ട്. കൃത്യമായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് അത് ഒരു 10 മിനിറ്റ് അതിനു വേണ്ടി ചെലവാക്കിയാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കും. ഓക്കെ, ഇനി അത് വന്നില്ലെങ്കിൽ, അത് എസ്സേ വന്നില്ലെങ്കിൽ 4ാമത്തെ, അതായത് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ 4ാമത്തെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ 4ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഒരു ചോദ്യം വന്നേക്കാം. അത് എന്താണ്? അത് ഒജീവ് കാണാൻ വേണ്ടിയിട്ടായിരിക്കും. ഗ്രേറ്റർ ദാൻ ഒജീവ്, ലെസ് ദാൻ ഒജീവ് വരയ്ക്കുക. അതുപോലെ തന്നെ മീഡിയൻ അളന്നെഴുതുക, മീഡിയൻ കാണുക. ഓക്കെ, ആ ഗ്രേറ്റർ ദാൻ ഒജീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോർ ദാൻ ഒജീവ് തന്നെയാണ് ഗ്രേറ്റർ ദാൻ ഒജീവ്. ലെസ് ദാൻ ഒജീവ് ആണ് ഏത്? ഈ പറഞ്ഞ അത് ലെസ് ദാൻ തന്നെ അല്ലെ. അപ്പൊ മോർ ദാൻ ഒജീവും ലെസ് ദാൻ ഒജീവ് അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഒജീവ്, ലെസ് ദാൻ ഒജീവ് കാണുക. അതിന്റെ കാൽക്കുലേഷൻ പഠിക്കുക, എന്നിട്ട് അതിന് എക്സ് ആൻഡ് വൈ ആക്സിസ് വരയ്ക്കുക, പിന്നെ അതിന്റെ വിലകൾ കൊടുക്കുക, വരയ്ക്കുക, എന്നിട്ട് അത് ആ ജോയിൻ ചെയ്ത പാർട്ടിൽ നിന്ന് എക്സ് ആക്സിസിലേക്ക് ഒരു ഡോട്ട് ലൈൻ വരയ്ക്കുക. അവിടെ കിട്ടുന്ന വാല്യൂ എന്താണോ അത് എടുത്ത് എഴുതുക. ദാറ്റ് ഈസ് മീഡിയൻ. അതും നമുക്ക് മുമ്പൊക്കെ എസ്സേ 8 മാർക്കിന് ചോദിച്ചതാണ്. ഇപ്പൊ അത് 5 മാർക്കിലേക്കൊക്കെ വന്നിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ സെക്കൻഡ് ടേമിൽ അത് എസ്സേ ആയിട്ട് വരാൻ സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എസ്സേയിൽ ഉൾപ്പെടുത്താനുള്ളത് മക്കളെ. അപ്പൊ കൃത്യമായിട്ട് പഠിക്കാൻ ഞാനിവിടെ 4 എസ്സേ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൽ 3 എണ്ണം ഈ പറഞ്ഞത് മാത്രമേ വരുള്ളൂ. ഒരു സംശയം വേണ്ട, നിങ്ങൾ അത് തറപ്പിച്ച് പഠിച്ചോ. ഇനി വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ അടുത്തേക്ക് വരാം, അതിനുള്ള മറുപടി നിങ്ങൾക്ക് നേരിട്ട് എന്നോട് പറയാം. ഓക്കെ, അപ്പൊ തീർച്ചയായും അത്രയും ധൈര്യം ഞാൻ നിങ്ങൾക്ക് നൽകി.
നൽകുന്നുണ്ട്. ഇത് വരും, ഷുവറാണ്. അപ്പോ എസ്എക്ക് വേണ്ടി നിങ്ങൾ ഇനി വേറെ എവിടെയും പരിധി നടക്കണ്ട. അത് കിട്ടാത്ത, നോട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലിൽ കയറുക. അതിന്റെ നോട്ടടക്കമുള്ള വീഡിയോ ക്ലാസ്സുകൾ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പഴയതാണ്, മുൻപത്തേതാണ് എന്ന് പറഞ്ഞ് പരാതിപ്പെടേണ്ട ആവശ്യമില്ല. അതേ കാര്യങ്ങൾ, അതേ സിലബസ് ആണ് നമ്മൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൊന്നും ഒരു മാറ്റമില്ല. അപ്പൊ അതും ഇതും ഒക്കെ ഒന്നാണ് എന്ന് മനസ്സിലാക്കിയിട്ട് കിട്ടിയവരും പഠിക്കുക. ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ, നിങ്ങളൊപ്പം തന്നെ മാർക്ക് വാങ്ങാൻ, നിങ്ങളുടെ സുഹൃത്തുക്കളും മാർക്ക് വാങ്ങട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായിട്ട് പുതിയ വീഡിയോ കാണാം. ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.